നമ്മുടെ ഈ ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് ആളൂര് വക്കീൽ വാദിക്കുന്നത് പോലെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ഈ സൈക്കോപാത്തിന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളാണ് എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾ, കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമേ അല്ല എന്ന് പറയുന്ന ഒരു ക്രിമിനലായിട്ടുള്ള ഒരാൾ 10-12 പെൺകുട്ടികൾ ഉപദ്രവിച്ചതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. 3 കേസുകൾ ഉണ്ടാകുന്നു. ഇയാളൊരു ഹാബിറ്റഡ് ഒഫൻഡറാണ് എന്ന നിലയിൽ പോലീസിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നു. എന്നിട്ടും അയാൾക്കെതിരെ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നും അല്ലെങ്കിൽ അയാൾ MLA സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നും പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. കോൺഗ്രസ് ഒന്നുമല്ലല്ലോ, കോൺഗ്രസ്സുകാരനല്ലല്ലോ അയാൾ. ഇപ്പോൾ ഗോവിന്ദചാമി കോൺഗ്രസ്സുകാരനല്ലല്ലോ. കോൺഗ്രസ്സുകാരനല്ലാത്ത ഗോവിന്ദചാമിക്കെതിരെ കോൺഗ്രസ് ധാരാളം സമരങ്ങളൊക്കെ നടത്തിയില്ലേ? ഗോവിന്ദചാമി അറസ്റ്റ് ചെയ്യണം, ഗോവിന്ദചാമിക്കെതിരെ നിയമ നടപടികളും എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരു ക്രിമിനലായിട്ടുള്ള ഒരാൾ ചെയ്ത കാര്യത്തിന് പോലും എന്തിനാണ് ഇങ്ങനെ വന്ന് വാദിക്കുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇന്ന് തന്നെ ഇപ്പോൾ ഈ ചർച്ചയുടെ തൊട്ട് മുമ്പ്, ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്നതിന് മുമ്പായി ഇവിടെ വടകര MP ഒരു പ്രതികരണം കാണേണ്ടായി. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഒരു തരത്തിലുമുള്ള നിയമപരമായ നടപടികൾക്ക് ഞങ്ങൾ തടസ്സം നിൽക്കില്ല എന്നാണ്, ഞങ്ങൾ ഷീൽഡ് ഒരുക്കില്ല എന്നാണ്. അതെങ്ങനെയാണ് ഒരുക്കാൻ പറ്റുന്നത്? നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സം നിൽക്കാൻ വടകര MPക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും അധികാരമോ പദവിയോ ഉണ്ടോ? നിയമപരമായ കാര്യങ്ങൾക്ക് ഒരു സൈക്കോപാത്ത് ക്രിമിനൽ 5-6 പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ട് ആ പെൺകുട്ടികളെ പരാതി കൊടുക്കുമ്പോൾ നിയമപരമായ കാര്യങ്ങൾക്ക് ഞങ്ങൾ തടസ്സം നിൽക്കില്ല, അതെന്താ അയാളുടെ ഔദാര്യമാണോ? ഈ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നതിൻ്റെ അവരുടെ ഔദാര്യം കൊണ്ടാണോ ഈ ഇവിടുത്തെ പോലീസ് പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ തടസ്സം നിൽക്കില്ല എന്ന് പറയാൻ അതാർക്കും പറയാൻ സാധിക്കും. ഇവരെന്തുകൊണ്ട് പറയുന്നില്ല? ഈ പറയുന്ന ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലാണ് ഇയാൾ ഒരു നീതിയും ന്യായവുമില്ലാതെ. ഇപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോൾ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. ഞാൻ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാകുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും ഭാരവാഹിയാകുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്, സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ്. ഈ പറയുന്ന സൈക്കോപാത്ത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കാതെ നേരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവാണ്. അത് ഷാഫി പറമ്പിലാണ് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബഹുമാനനായ ഉമ്മൻചാണ്ടി സാർ ഇദ്ദേഹത്തിന്റെ പേര് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊടുക്കരുത്, ഇദ്ദേഹത്തെ പരിഗണിക്കരുത് എന്ന് പറഞ്ഞിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുകയാണ്. അതുപോലെ തന്നെ ഇയാളെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ചാനൽ മേധാവികളെ വിളിച്ചതിന്റെ കാര്യങ്ങൾ അവർ തന്നെ വെളിപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് പാലക്കാട് MLA ആക്കുകയാണ്. ഇങ്ങനെയെല്ലാം ചെയ്ത് പാലക്കാട് ജനങ്ങളോട് ഇദ്ദേഹം പറഞ്ഞത്, ഇത് ഞങ്ങളുടെ ഒരു അസറ്റാണ്, പാലക്കാടിനൊരു അസറ്റാണ്, ഞങ്ങൾ ഇതാ പാലക്കാടിനൊരു മുത്തുമണിയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് പാലക്കാട് അവതരിപ്പിച്ച് ആ വൃത്തികെട്ടവൻ ചെയ്ത കൊള്ളരുതായ്മകൾ ഇന്ന് ഈ സമൂഹം മുഴുവൻ ബോധ്യപ്പെട്ടിട്ടും എനിക്ക് തെറ്റുപറ്റിപ്പോയി, അയാളെ ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നതിന് പകരം അയാൾ പറയാണ്, നീതി പുലരട്ടെ, സത്യം എന്താണെങ്കിലും നീതി ലഭിക്കേണ്ടവർക്ക് ലഭിക്കട്ടെ എന്നാണ്. ഈ പെൺകുട്ടികൾ പറഞ്ഞതൊന്നും ഈ പറയുന്ന ലോക്സഭാ MP, പാർലമെന്റ് മെമ്പർ ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്നാണ്. ഈ പെൺകുട്ടികൾ കരഞ്ഞ് നിലവിളിച്ച് പറയുന്നതൊന്നും അയാൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്നാണ്. ഒരു കോൺഗ്രസ് നേതാവിന്റെ സമാനമായ കാര്യമാണ്. അതായത് എല്ലാ ആളുകളോടും പറയുന്നത് ഒരേ കാര്യം, എല്ലാ ആളുകളോടും ആവശ്യപ്പെടുന്നത് ഒരേ കാര്യം. ഈ അവസാനത്തെ കേസിൽ മാത്രമാണ് സാമ്പത്തിക ചൂഷണം എന്ന് പറയുന്നത്. ബാക്കിയല്ല ഈ പറയുന്ന ഓപ്പറേഷൻ മോഡ് എന്ന് പറയുന്നത് കൃത്യം സമാനം. ഇവരെല്ലാവരും ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടൊന്നുമല്ലല്ലോ ഒരു കഥ പുറത്തു വരുന്നത്. എല്ലാ പെൺകുട്ടികൾക്കും പറയാനുള്ളത് ഒരു കഥയാണ്. അതിൽ തന്നെ ഇപ്പോൾ മാധു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ പുറത്തു വന്ന കാര്യങ്ങളിലൊക്കെ പ്രണയാഭ്യർത്ഥനയും വിവാഹ വാഗ്ദാനവും ഉണ്ട്. മറ്റൊരു കേസിൽ അത് പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ പെൺകുട്ടിയോട് വിവാഹാഭ്യർത്ഥനയുമില്ല, പ്രണയാഭ്യർത്ഥനയുമില്ല. ആ പെൺകുട്ടിയും ഇയാളും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ മാത്രമാകുന്ന ഒരു ഘട്ടത്തിൽ ഇയാൾ ആ പെൺകുട്ടി ആക്രമിക്കുകയാണ്, ഇതുപോലെ ആക്രമിക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ നമുക്ക് ഈ ചർച്ചയിൽ പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ക്രൂരമായ അക്രമങ്ങൾ നടത്തുകയാണ്. ഇപ്പൊ സാമ്പത്തിക ചൂഷണം ഇത് മാത്രമല്ല, വേറെയും ഉണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടിയും ഇതുപോലെ പരാതി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സാമ്പത്തിക ചൂഷണമുള്ള മറ്റൊരു കേസും ഉണ്ട്, മറ്റൊരു പെൺകുട്ടിയുണ്ട്. ഇങ്ങനെ ഇത്രയും ഒരു ക്രിമിനലിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുക മാത്രമല്ല, അയാൾക്കെതിരെ സമരം ചെയ്യണ്ടേ? അയാൾ പാലക്കാട് വരുമ്പോൾ അയാളെ തടയണ്ടേ? അയാൾ രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ആവശ്യപ്പെടണ്ടേ? അയാൾ കോൺഗ്രസ്സുകാരനല്ലല്ലോ.
ഇതൊന്നും ചെയ്യാതെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഇതെന്താ താമസിച്ചത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഈ ചോദ്യം വൈകിയത് എന്തുകൊണ്ടാണ് എന്ന് അത്ഭുതപ്പെടുകയാണ് എന്നുള്ളതാണ്. പറയാനുള്ള ബാധ്യതയില്ല, എന്നിരുന്നാലും വേണമെങ്കിൽ ഞാൻ പറയാം എന്ന നിലയ്ക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളൊക്കെ ഇപ്പോഴും പറയുന്നത്. ഇത് നോക്കൂ, ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉണ്ടാകുന്നത് തന്നെ ഈ സാഹചര്യത്തിലാണ്. അപ്പൊ ഈ പറയുന്ന മുഴുവൻ സംഘടനാ സംവിധാനവും അവിടെ പോയി കിടന്ന് പണിയെടുത്തിട്ട് ജയിപ്പിച്ച ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു, നിരന്തരം തെറ്റ് ചെയ്യുന്നു, അതിനുള്ള ഇരകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ സംഘടനയ്ക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല. ശരി, ഷാനിബ് പറഞ്ഞതുപോലെ ഇതാ ഞങ്ങൾ പുറത്താക്കി. ഇപ്പോൾ വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ നിൽക്കാനുള്ള ബാധ്യതയില്ല എന്നാണ് ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ്. ഇങ്ങനെ പ്രമേയം വന്ന പിന്തുണയ്ക്കോ? അപ്പൊ നോക്കാം. ഇപ്പോഴും തീരുമാനമില്ല, അപ്പൊ നോക്കാന്നേ ഉള്ളൂ. ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളോട് ഒരു കോൺഗ്രസ് പാർട്ടി, കേരളത്തിലെ ഒരു കോൺഗ്രസ് പാർട്ടി, ഇയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാം. ഒരു ക്രിമിനൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു ക്രിമിനൽ, ഈ ഗോവിന്ദചാമിയെ പോലെ, നമ്മുടെ സൈനൈഡ് മോഹനെ പോലെ ഒക്കെ ആ ഒരു ഈ നമ്മുടെ ഈ ചാനൽ ചർച്ച പോലും ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ നടത്തേണ്ടത് ഇത്തരത്തിലുള്ള സൈക്കോളജിസ്റ്റുകളും അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ വെച്ച് നടത്തേണ്ട ഒരു ചർച്ചയാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചർച്ച നടത്തുന്നത്? ഇയാൾക്ക് എല്ലാ പിന്തുണയും കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴും കിട്ടുന്നു എന്ന സാഹചര്യത്തിലാണ് ഞാനടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഒരു പിന്തുണ കിട്ടാതെ അയാൾക്ക് എങ്ങനെയാണ്? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ വാർത്തകളെല്ലാം പുറത്തു വന്നതിന് ശേഷം പാലക്കാട് ഇയാളുടെ ഒരു തറക്കല്ലിടൽ പിന്നെ ഷോ ഉണ്ടായിരുന്നു. സിനിമാ നടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു തറക്കല്ലിടൽ ഷോ. ആ തറക്കല്ലിടൽ ഷോയിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള C ചന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കണമെങ്കിൽ ഷാഫി പറമ്പിലിന്റെ അനുവാദമില്ലാതെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല. പിന്നെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഞാനത് ഇപ്പോൾ ഈ ഷാഫി പറമ്പിലിനോട് വളരെ അടുപ്പമുള്ള ഒരു നടിയാണ് അന്ന് പങ്കെടുത്തതിൽ ഒരാൾ. അവർ പരസ്യമായിട്ട് എനിക്ക് ഷാഫി പറമ്പിലിനോട് പ്രണയമാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട് ഷാഫി ചേട്ടനോട് എനിക്ക് പ്രേമം തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരാളാണ്. അവർ ഈ പാലക്കാട് വരുമ്പോൾ ഷാഫി പറമ്പിലിന്റെ നമുക്ക് ഇപ്പൊ നോക്കൂ, ഒരു ക്രഷ് ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അത്രത്തോളം സൗഹൃദം അവർ തമ്മിലുണ്ട് എന്നാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഷാഫി പറമ്പിലുമായിട്ട് സൗഹൃദമുള്ള ആ നടി അദ്ദേഹത്തിന്റെ സമ്മതമോ അദ്ദേഹത്തിന്റെ നിർദ്ദേശമോ ഇല്ലാതെ അവിടെ വരും എന്ന് പ്രതീക്ഷിക്കാനാവുമോ? അതും ഇത്ര വിവാദം കത്തി നിൽക്കുന്ന സമയത്ത്. അപ്പൊ ഇതിനെല്ലാം സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ തടയില്ല എന്ന് മാത്രമല്ല, ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് പിന്നെ നീതി ലഭിക്കേണ്ടവർക്ക് ലഭിക്കട്ടെ എന്നാണ്. ക്രിമിനൽ ആയിട്ടുള്ള അയാൾ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയാനുള്ള ധാർമ്മികതയെങ്കിലും അദ്ദേഹത്തിന്, ഒരു പാർലമെന്റ് മെമ്പറല്ലേ, അതുപോലും അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളത്. അതൊരു കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് പോലും ഈ അനുഭവം ഉണ്ടായിട്ട് പോലും അത് പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണ് എന്നാണ് ഇനി കേരളം കാത്തിരിക്കുന്നത്.